ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നോക്കുന്ന ഒരു ഫൈനൽ ആൻസർ കെയാണ്. കേരള PSC നടത്തിയ LD ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോവിംഗ് വേരിയസ് ഇരുപതിൽ 28/11/2021 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കെയാണ്. 124/2021 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. ഇതിൽ വരുന്ന 40 തമിഴ് ഭാഷയിലുള്ള ചോദ്യങ്ങളും പിന്നെ ബാക്കി GK, സയൻസ്, മലയാളം, ഇംഗ്ലീഷ് ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന GK, സയൻസ്, മലയാളം, ഇംഗ്ലീഷ് ഈ ഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. അതിനുശേഷം തമിഴ് ലാംഗ്വേജിലെ ചോദ്യങ്ങൾ നോക്കാം. വൈദ്യുതിക്ക് ചാലകവും താപത്തിന് സുചാലകവുമായിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. രണ്ട് സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന പ്രകാശം താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഫോട്ടോമീറ്റർ. രണ്ട് സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന പ്രകാശം താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോട്ടോമീറ്റർ. അക്കോസ്റ്റിക്സ് എന്ന പദം രൂപം കൊണ്ട അക്കോസ്റ്റിക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കേൾവി. അക്കോസ്റ്റിക്സ് എന്ന പദം രൂപം കൊണ്ട അക്കോസ്റ്റിക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കേൾവി എന്നത്. ഏക ആറ്റോമിക തന്മാത്രകളുള്ള മൂലകങ്ങൾ ഏവ? കുലീനവാതകങ്ങൾ. ഏക ആറ്റോമിക തന്മാത്രകളുള്ള മൂലകങ്ങളാണ് കുലീനവാതകങ്ങൾ. കാൽക്കോജൻ കുടുംബത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകം ഏത്? പൊളോണിയം. കാൽക്കോജൻ കുടുംബത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊളോണിയം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം. ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം. കരൾ. ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവമാണ് കരൾ. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29 ആണ്. മനുഷ്യന് ശ്രവിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തി എത്ര ഹെർട്സ് ആണ്? 20. മനുഷ്യന് ശ്രവിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തിയാണ് 20 ഹെർട്സ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതി ഏത്? ദുരവസ്ഥ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതിയാണ് ദുരവസ്ഥ. തൊഴിലാളിക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ. സഹോദരൻ അയ്യപ്പൻ. തൊഴിലാളിക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ജാലിയൻവാലാബാഗ് ദിനം ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് ദിനം ഏപ്രിൽ 13. 1855-56 ഛോട്ടാ നാഗ്പൂരിൽ നടന്ന സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സഹോദരന്മാർ. സിദ്ധു കാനോ. 1855-56 ഛോട്ടാ നാഗ്പൂരിൽ നടന്ന സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സഹോദരന്മാരാണ് സിദ്ധുവും കാനുവും. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1930, 1931, 1932 എന്നീ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ. BR അംബേദ്കർ. 1930, 31, 32 എന്നീ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് BR അംബേദ്കർ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രഭാഗം. അറബിക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രഭാഗമാണ് അറബിക്കടൽ. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ ഭദ്രാവതി സംസ്ഥാനത്താണ്? കർണാടക. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ ഭദ്രാവതി കർണാടകയിലാണ്. റോബസ്റ്റ, റബേക്ക എന്നിവ ഏതുതരം കാർഷിക വിളയാണ്? കാപ്പി. റോബസ്റ്റ, റബേക്ക എന്നിവ കാപ്പിയുടെ ഇനങ്ങളാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി. ചന്ദ്രഗുപ്ത മൗര്യൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ലെസ് മിസറബിൾസ് എന്ന വിശ്വപ്രസിദ്ധ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ പേര്? പാവങ്ങൾ. ലെസ് മിസറബിൾസ് എന്ന വിശ്വപ്രസിദ്ധ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ പേര് പാവങ്ങൾ എന്നാണ്.
ക്രൂരനല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം അക്രൂരൻ. ക്രൂരനല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് അക്രൂരൻ. ദുർഗ്രഹം എന്നതിൻ്റെ വിപരീതം സുഗ്രഹം. ദുർഗ്രഹം എന്നതിൻ്റെ വിപരീതമാണ് സുഗ്രഹം. അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം പത്നിയോടൊപ്പം ഇന്ത്യയിൽ എത്തിച്ചേർന്നു. വാക്യം ശരിയാക്കാൻ ഒഴിവാക്കേണ്ട പദമേത്? സ്വന്തം. അമേരിക്കൻ പ്രസിഡന്റ് പത്നിയോടൊപ്പം ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഇങ്ങനെയായാൽ വാക്യം ശരിയായി. മിടുക്കർ എന്ന പദം താഴെ പറയുന്നവൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? അലിംഗ ബഹുവചനം. മിടുക്കർ എന്ന പദം അലിംഗ ബഹുവചനത്തിൽ പെടുന്നു. മുഖം എന്നതിൻ്റെ പര്യായം അല്ലാത്തത്? അങ്കുരം. മുഖം എന്നതിൻ്റെ പര്യായം അല്ലാത്തതാണ് അങ്കുരം. കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? കാര്യം അറിയാതെ ചാടി പുറപ്പെടുക. കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം അറിയാതെ ചാടി പുറപ്പെടുക എന്നാണ്. കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദം കവയത്രി. കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദമാണ് കവയത്രി. താഴെ പറയുന്നവൽ ശരിയായ രൂപം? സ്വസ്ഥത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്വസ്ഥത. ശ്ലോകത്തിൽ കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചുരുക്കി പറയുക. ശരിയായ പദച്ചേർച്ച ഏത്? ചുള്ളി പ്ലസ് കമ്പ്, ചുള്ളിക്കമ്പ്. ഓപ്ഷൻ ആണ് ഉത്തരം. ചുള്ളി പ്ലസ് കമ്പ്, ചുള്ളിക്കമ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റില്ലാത്ത പദം? അതിഥി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതിഥി. വെൻ ഇൻ റോം ബി എ റോമൻ എന്നതിൻ്റെ സമാനമായ മലയാള ചൊല്ല്? ചേരെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നുക. വെൻ ഇൻ റോം ബി എ റോമൻ എന്നതിന് സമാനമായ മലയാളം ചൊല്ലാണ് ചേരെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നുക. സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. ഇതിൽ നാഗം എന്ന പദത്തിന് സമാനമായ പദമേത്? സ്വർഗം. സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. ഇതിൽ നാഗം എന്ന പദത്തിന് സമാനമായ പദമാണ് സ്വർഗം. ഇത്രയും പറഞ്ഞുകൊണ്ടായാൽ തോണി തുഴയാൻ തുടങ്ങി. അടിവരയിട്ട പദം പിരിച്ചെഴുതുക. തുഴ പ്ലസ് ആൻ. തുഴയാൻ എന്ന് പിരിച്ചെഴുതി കഴിഞ്ഞാൽ തുഴ പ്ലസ് ആൻ എന്നായിരിക്കും. അശുദ്ധമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുക. ഭാഗീരഥിയുടെ കച്ചം. ഭാഗീരഥി കച്ചം എന്നതിനെ ഘടകപദമാക്കിയാൽ ഭാഗീരഥിയുടെ കച്ചം എന്ന് കിട്ടും. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഗിന്ന ഞാൻ നോക്കി നിൽപ്പൂ. അടിവരയിട്ട പദം ഏതിനെ സൂചിപ്പിക്കുന്നു? സ്ത്രീലിംഗം. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഗിന്ന ഞാൻ നോക്കി നിൽപ്പൂ. ഇതിൽ ഗിന്ന എന്നത് സ്ത്രീലിംഗ പദമാണ്. കൈകൾ കോർത്തു പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനുദിച്ചതും മറന്നില്ലല്ലി. ഇവിടെ മാർത്താണ്ഡൻ എന്ന പദം സൂചിപ്പിക്കുന്നത് സൂര്യൻ. കൈകൾ കോർത്തു പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനുദിച്ചതും മറന്നില്ലല്ലി. ഇവിടെ മാർത്താണ്ഡൻ എന്ന പദം സൂചിപ്പിക്കുന്നത് സൂര്യനെയാണ്. അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വലിപ്പച്ചെറുപ്പം തമ്മിലുള്ള അന്തരം. അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വലിപ്പച്ചെറുപ്പം തമ്മിലുള്ള അന്തരമാണ്. തക്ക സമയത്ത് ചെയ്യുക എന്നർത്ഥം വരുന്ന ചൊല്ല്? കാറ്റുള്ളപ്പോൾ പാറ്റുക. തക്ക സമയത്ത് ചെയ്യുക എന്നർത്ഥം വരുന്ന ചൊല്ലാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക. ദ സിനോണിം ഓഫ് ദ വേർഡ് അബ്ഡക്റ്റ്. കിഡ്നാപ്പ്. അബ്ഡക്റ്റ് എന്നതിൻ്റെ സിനോണിയമാണ് കിഡ്നാപ്പ്. ഇഫ് ഹി ഡാഷ് എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ്. വാസ് ഗിവൺ. ഇഫ് ഹി വാസ് ഗിവൺ എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ്. രാജു യൂസ്ഡ് ടു ഡ്രിങ്ക് ഡാഷ് 8 liters ഓഫ് വാട്ടർ ഡെയിലി. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. വേർഡ്സ് റിട്ടൺ ഓൺ ദ ടോം ഓഫ് എ പേഴ്സൺ. എപ്പിറ്റാഫ്. വേർഡ്സ് റിട്ടൺ ഓൺ ദ ടോം ഓഫ് എ പേഴ്സൺ. എപ്പിറ്റാഫ്. ചൂസ് ദ ആൾട്ടർനേറ്റീവ് ഫോർ the idiom fit as a fiddle.
being in good health. Fit as a fiddle, being in good health. Each of the students dash given a gift. Was. Each of the students was given a gift. Pick out the conjunction. And. ഇതിൽ conjunction ആണ് and. Write the antonym of the word reproach. Praise. Reproach എന്നതിൻ്റെ antonym ആണ് praise. Uttar Pradesh is dash most populated state in India. The. Uttar Pradesh is the most populated state in India. The doctor suggested dash 2 hours daily. Walking. The doctor suggested walking 2 hours daily. Pick out the word which means a person employed to drive a private or hired car. Chauffeur. A person employed to drive a private or hired car. Chauffeur. Translate the proverb into Malayalam. Tit for tat. Urulakkuperi. Tit for tat, urulakkuperi. The plural form of the word loaf. Loaves. The plural form of the word loaf is loaves. The passive form of the principal gave instruction to the teachers. The teachers were given instructions by the principal. The principal gave instruction to the teachers. അതിൻ്റെ passive form ആണ് the teachers were given instructions by the principal. The teacher dash me and I don't know the answer. Called on. The teacher called on me and I don't know the answer. The study was based on the dash of gravity. Principle. The study was based on the principle of gravity. Spelling ആണ് നോക്കേണ്ടത് PRINCIPLE. Tete-a-tete means a private conversation. Tete-a-tete means a private conversation. Reema dash a new house last month. Bought. Reema bought a new house last month. Thought my grandfather is over 90. He dash still read and write. Can. Though my grandfather is over 90, he can still read and write. The reported form of the doctor said to him, avoid junk food. The doctor advised him to avoid junk food. The doctor said to him, avoid junk food. And then the reported form ആണ് the doctor advised him to avoid junk food. ഇനി ഭാഗത്ത് വരുന്ന തമിഴിലെ ഭാഗം നോക്കാം.